ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഈ നട്ടുച്ച വെയിലത്ത് ഞാനും മീനൂട്ടിയും പിന്നെ എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചിയും കൂടെ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? തൂക്കം കാണാൻ പോവാം. എവിടത്തെ തൂക്കം? ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ ഇതെവിടെയായി തൂക്കം കാണാൻ പോകണേന്ന്? അതെ, നമ്മുടെ പെരിങ്ങമല ഭാഗത്തുള്ളവർക്കും അവിടുത്തെയൊക്കെ എന്ത് ചെയ്യുന്നു, അമ്മയായ കാട്ടുനാട് അമ്മയുടെ മണ്ണിലേക്കാണ് കേട്ടോ. കാട്ടുനാട് അമ്മയ്ക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു അമ്മയാണ്. പ്രശസ്തമായ തൂക്കമൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളൊരു 12:30 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി. നട്ടുച്ച വെയിലത്ത് ഇറങ്ങി അമ്മയുടെ അടുത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തൂക്കം കാണാനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ ഓൾറെഡി തൂക്കമൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ അമ്മയെ കണ്ട് തൊഴുതു. അതിന് ശേഷമാണ് നമ്മൾ തൂക്കമൊക്കെ കണ്ടത്. നമ്മൾ ഏകദേശം ഒരു 7-8 തൂക്കം അവിടെ നിന്ന് കണ്ടിട്ട് നമുക്കിങ്ങനെ മടുക്കേയില്ല ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ. നമ്മളിങ്ങനെ ഭക്തി സാന്ദ്രമായിട്ട് നിന്നു പോവും. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ പറയുന്നുണ്ടാകാം ഇതെന്താണ് ഇങ്ങനെ, വളരെ ഡേഞ്ചറാണ് ഇതൊക്കെ. പക്ഷേ ഇത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണല്ലോ. ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് ഓരോരുത്തരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊരു ദൈവവിശ്വാസമായത് കൊണ്ട് തന്നെ ഇതിലൊക്കെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തൂക്കം ചെയ്യുന്നവർ അതിന് നിശ്ചിതമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ 2 മാസമായതും 1 വയസ്സായതും 2 വയസ്സായതും ജനിച്ച് 5 ദിവസമായ കുഞ്ഞുങ്ങൾ വരെ ഈ തൂക്കത്തിനുണ്ട് കേട്ടോ. ആ കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ ആ വ്രതം എടുത്തവരും എല്ലാവരും അമ്മയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എല്ലാവരും ഒരേ മനസ്സോടെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു വേർതിരിവില്ല. എല്ലാവരും ഒറ്റ മനസ്സോടെ ഒരൊറ്റ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ദേവി വിളി കേൾക്കാതെ എന്ത് ചെയ്യുമല്ലേ. അപ്പോൾ ഇതാ ഒരു തൂക്കം കഴിഞ്ഞു വന്നു. ചിലർ നേർച്ച തൂക്കമുണ്ട്, കുഞ്ഞുങ്ങളില്ല, അവരുടെ നേർച്ചയായിരിക്കും. ചിലത് കുഞ്ഞുങ്ങളുള്ളത് നേർച്ച തൂക്കമാണ്. നമ്മളങ്ങനെ കുറച്ച് നേരം നിന്ന് കണ്ടിട്ട് പിന്നെ മീനൂട്ടിക്ക് കാല് വേദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഷീറ്റ് സൈഡിലോട്ട് പോയി ഇരുന്ന് കണ്ടു കേട്ടോ. ഇരുന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു. നല്ല മരത്തിൻ്റെ തണലൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഏകദേശം 2 മണിക്കൂറോളമൊക്കെ നമ്മൾ അവിടെ ഇരുന്നു. ഏകദേശം വെയിൽ തരാറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ. നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു 3-4 കിലോമീറ്റർ ദൂരമുള്ള ഈ അമ്പലത്തിലേക്ക്, എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.